ഈ ഒരു ഇൻസ്റ്റഗ്രാം ത്രൂ ആയിരിക്കുമല്ലേ നിങ്ങളെല്ലാവർക്കും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത് എന്താണ് നമ്മൾ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി, ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഗ്രോബിസ് എന്നാണ് കേട്ടോ നമ്മളുടെ കമ്പനിയുടെ പേര്. MCA രജിസ്റ്റേർഡ് കമ്പനിയാണ്. ഇതിലൂടെ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് സ്റ്റുഡൻസ്, ഹൗസ് വൈഫ്സ്, വർക്കിംഗ് പ്രൊഫഷണൽസ്, ഇവർക്ക് 3 പേർക്കും സിമ്പിളായിട്ട് ഇതിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഏർണിങ്സ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് പിന്നെ അതിനെ പ്രൊമോട്ട് ചെയ്ത് അതിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കുന്നതിനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 കാര്യങ്ങൾ മതി. സ്മാർട്ട് ഫോണ്, അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ, പിന്നെ മെയിനായിട്ട് വേണ്ടതാണ് സമയം. ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ത്രൂ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇതിന് നമ്മൾ ഫേസ് കാണിക്കണം. വേണ്ട കേട്ടോ, ഫേസ്ലെസ് ആയിട്ടും നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഫേസ്ലെസ് ആയിട്ട് ചെയ്യാം എന്നതിന് മുന്നേ ഇതിലൂടെ ഏൺ ചെയ്ത ആൾക്കാരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ആയിരക്കണക്കിന് സ്റ്റുഡൻസും ഹൗസ് വൈഫ്സും വർക്കിംഗ് പ്രൊഫഷണൽസും ഇതിലൂടെ നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ആളുടെ മാത്രമാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ കാണുന്നുണ്ട് അവർ ഏൺ ചെയ്തത് ഡോളറിലാണ് കേട്ടോ. അപ്പോൾ ഡോളറിലായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്കും ഇതിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് മാത്രമല്ല ഏത് കൺട്രിയിലുള്ള ആൾക്കാർക്കും ഇതിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ നമുക്കുള്ളത് 4 കോഴ്സസ് ആണ് കേട്ടോ നമ്മളുടെ പ്രോഡക്റ്റ്സ്. ഓക്കെ, പ്ലസ്, പ്രോ, പ്രൈം, പ്രീമിയം, ഇതാണ് നമ്മൾ കോഴ്സസിൻ്റെ പേര്. ഫസ്റ്റ് ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്നത് ഫേസ്ബുക്ക് ആഡ്സ്, യൂട്യൂബ് ബിസിനസ്, ബ്ലോഗിങ്, വീഡിയോ എഡിറ്റിംഗ്, ക്യാൻവ, ഗ്രാഫിക് ഡിസൈൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, പബ്ലിക് സ്പീക്കിംഗ്, ഇതൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് ബണ്ടിലിന് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 799 ആണ് കേട്ടോ. സെക്കൻഡ് വൺ പ്രോ ബണ്ടിൽ, ഇതിൽ വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ലിങ്ക്ഡിൻ മാർക്കറ്റിംഗ്, എക്സൽ, വീഡിയോ മാർക്കറ്റിംഗ്, റീൽസ് മാർക്കറ്റിംഗ്, സെയിൽസ് മാസ്റ്ററി, ഇംഗ്ലീഷ് സ്പീക്കിംഗ്. പിന്നെ ഇതെടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ നമ്മൾ പ്ലസ് ബണ്ടിൽ ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1699 ആണ് കേട്ടോ. ആൻഡ് തേർഡ് വൺ പ്രൈം ബണ്ടിൽ, ഇതിൽ വരുന്നത് ഇൻസ്റ്റഗ്രാം ഗ്രോത്ത് ആൻഡ് മാർക്കറ്റിംഗ്, ഫ്രീലാൻസിങ്, അഡ്വാൻസ് എക്സൽ, ടാലി, MS വേൾഡ്, ഡ്രോപ്പ് ഷിപ്പിംഗ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു കോഴ്സിൻ്റെ റേറ്റ് വരുന്നത് 3999 ആണ്, അതായത് 3999. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ 2 കോഴ്സും ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ് കേട്ടോ. ലാസ്റ്റ് വൺ പ്രീമിയം ബണ്ടിൽ, ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ കോഴ്സ് കേട്ടോ. ഇതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്. ഇതിൽ പഠിപ്പിക്കുന്നത് ആമസോൺ അഫിലിയേറ്റ്, ഗൂഗിൾ ആഡ്സ്, സ്റ്റോക്ക് മാർക്കറ്റിംഗ്. ഇതെടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 കോഴ്സും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 8999 ആണ് കേട്ടോ, അതായത് 8999. അപ്പോൾ 4 കോഴ്സസും നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി അല്ലേ, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. എങ്ങനെ ഏർണിങ്സ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്യുക. കോഴ്സ് ചൂസ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റഗ്രാം ത്രൂ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് ത്രൂ പ്രൊമോട്ട് ചെയ്ത് സെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പ്രൊമോഷൻ ചെയ്യാനും സെയിൽ ചെയ്യാനും നമ്മളടുത്ത് കോൺടാക്ട്സ് വേണ്ടേ, ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് വേണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇതിൽ വർക്ക് ചെയ്യുന്ന ആരാണെങ്കിലും ഓൾറെഡി ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിട്ടോ കോൺടാക്ട്സ് ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നത് ഒരു 0 ഫോളോവർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അതിലൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടാണ് സെയിൽ ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി കോൺടാക്ട്സ് ഇല്ല ആളെ വെച്ചിട്ടല്ല നമ്മൾ ഒരിക്കലും ബിസിനസ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് അറിയാത്ത ആൾക്കാരിലേക്കാണ് കേട്ടോ. അവരിലൂടെയാണ് നമ്മൾ ന്യൂ അക്കൗണ്ട് എങ്ങനെ റീച്ച് ചെയ്യണം, റീൽസിന് എങ്ങനെ വ്യൂസ് വരണം, അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ A to Z കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ച് തരാം കേട്ടോ. ഞാൻ ഓൾറെഡി ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ മൈ ഗൈഡൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ അണ്ടറിൽ പോയി ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഗൈഡൻസ് കൊടുക്കുന്നത്. എൻ്റെ അണ്ടറിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഞാൻ ഫ്രീ ആയിട്ടായിരിക്കും ഗൈഡൻസ് കൊടുക്കുന്നത്. ടീം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഗൈഡൻസ് മൈ ഗൈഡൻസ് ഹൈലൈറ്റിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ,
നെക്സ്റ്റ് എത്ര കമ്മീഷനാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 4 പാക്കേജ് ഉണ്ട്. ഇതിലേത് പാക്കേജ് നമ്മൾ എടുത്താലും നമ്മൾ ചെയ്യുന്ന വർക്ക് സെയിം വർക്കായിരിക്കും. പക്ഷെ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ നമ്മളെടുത്ത പാക്കേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എടുത്തത് പ്ലസ് ആണെങ്കിൽ, അതായത് 799 കൊടുത്തിട്ട് നമ്മളൊരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അണ്ടറിൽ ഏത് പാക്കേജ് മൂവ് ആകുമ്പോഴും നമുക്ക് ഡയറക്റ്റായിട്ട് 400ഉം പാസീവായിട്ട് 100ഉം കിട്ടും. ഇനി നമ്മളെടുത്തത് പ്രോ ആണെങ്കിൽ 1699 കൊടുത്തിട്ട് പ്രോ ആണ് എടുത്തതെങ്കിൽ നമ്മൾ അണ്ടറിൽ പ്രോ പ്രൈം പ്രീമിയം മൂവ് ആകുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് 1200ഉം പാസീവായിട്ട് 200 കമ്മീഷൻ കിട്ടുന്നത്. അതേസമയം പ്ലസ് നമ്മൾ അണ്ടറിൽ മൂവ് ആകുമ്പോൾ ഡയറക്റ്റായിട്ട് 400ഉം പാസീവായിട്ട് 100ഉം കിട്ടുന്നത്. ഇനി നമ്മളെടുത്തത് പ്രൈം ആണെങ്കിൽ 4000 രൂപ കൊടുത്ത് പ്രൈം എടുക്കുകയാണെങ്കിൽ നമ്മൾ അണ്ടറിൽ പ്രൈമും പ്രീമിയവും മൂവ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് 3000ഉം പാസീവായിട്ട് 400ഉം കമ്മീഷൻ കിട്ടും. അതേ ടൈമിൽ പ്രൈം എടുത്ത ഒരാളുടെ അണ്ടറിൽ പ്രോ മൂവ് ആകുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് 1200ഉം പാസീവായിട്ട് 200 കമ്മീഷൻ കിട്ടും. പ്ലസ് മൂവ് ആകുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് 400ഉം പാസീവായിട്ട് 100ഉം കിട്ടും കേട്ടോ. ഇനി നിങ്ങൾ പ്രീമിയം ആണ് എടുക്കുന്നത് വിചാരിക്കുക, 9000 കൊടുത്തിട്ട് പ്രീമിയം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അണ്ടറിൽ പ്രീമിയം മൂവ് ആകുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് 7000ഉം പാസീവായിട്ട് 800ഉം കിട്ടും കേട്ടോ. അതേസമയം പ്രൈം ആണ് നിങ്ങൾ അണ്ടറിൽ സെയിൽ ആവുന്നതെങ്കിൽ ഡയറക്റ്റ് 3000ഉം പാസീവായിട്ട് 400ഉം കിട്ടും. ഇനി അതല്ല പ്രീമിയത്തിൻ്റെ അണ്ടറിൽ പ്രോ ആണ് മൂവ് ആകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് 1200ഉം പാസീവായിട്ട് 200ഉം കിട്ടും. പ്ലസ് ആണെങ്കിൽ ഡയറക്റ്റായിട്ട് 400ഉം പാസീവായിട്ട് 100ഉം കിട്ടും കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് ചെയ്യുക, എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഫേസ്ലെസ് ആയിട്ടും ചെയ്യാം, ഫേസ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫേസ്ലെസ് ആയിട്ട് ചെയ്യുക. ഇന്ത്യൻസിന് മാത്രമല്ല, പുറത്തുള്ള ഏത് കൺട്രീസിനും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് ചെയ്യുക, എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നതാണ്. ഓക്കെ.